അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രൈജെമിനൽ പാത്വേ ആണ്. ട്രൈജെമിനൽ നെർവ് എന്ന് പറയുന്നത് ക്രേനിയൽ നെർവിലെ 5ാമത്തെ നെർവാണ്. അപ്പോൾ ആ നെർവ് ക്യാരി ചെയ്യുന്ന പാത്വേ ആണ് ട്രൈജെമിനൽ പാത്വേ. നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ ഒഴിച്ച് ബാക്കിയുള്ള ബോഡി ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ള ബോഡി പാർട്സിൽ നിന്നും ഉള്ള പെയിൻ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ടച്ച്, വൈബ്രേഷൻ, പ്രൊപ്രിയോസെപ്ഷൻ പോലത്തെ സെൻസേഷൻസ് ഇതെല്ലാം ക്യാരി ചെയ്യുന്ന പാത്വേസ് ഇതിനു മുന്നേ നമ്മൾ പഠിച്ചു. അതിൽ മെയിനായിട്ട് വരുന്ന 3 ട്രാക്റ്റുകളാണ്. ഒന്ന് ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട്, പിന്നെ ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് ആൻഡ് പോസ്റ്റീരിയർ കോളം പാത്വേ. ഇതിൽ ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റ് ആണ് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസ് ഫ്രം ബോഡി പാർട്സ് കൊണ്ടുവരുന്നത്. അതായത് ഹെഡ് ആൻഡ് നെക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ള പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസ്. ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് എന്ന് പറയുന്നത് ക്രൂഡ് ടച്ചാണ്, കുറച്ച് പ്രഷർ കൊടുത്തിട്ടുള്ള ടച്ചാണ്. ആൻഡ് പോസ്റ്റീരിയർ കോളം പാത്വേ എന്ന് പറയുമ്പോൾ ഫൈൻ ടച്ച്, 2 പോയിൻറ്റ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റീരിയോഗ്നോസിസ്, ഗ്രാഫിസ്തീഷ്യ പോലത്തെ സെൻസേഷൻസ് എല്ലാമാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ 3 ട്രാക്റ്റുകൾ എന്ന് പറയുന്നതും നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് നിന്നുള്ള സെൻസേഷൻസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ നിന്നും, എസ്പെഷ്യലി ഫ്രം ദി ഫേഷ്യൽ റീജിയൻ, അതിൽ നിന്നും ഈ പറഞ്ഞ സെൻസേഷൻസ്, പ്രത്യേകിച്ചും പെയിൻ, ടെമ്പറേച്ചർ ആൻഡ് ടച്ച് സെൻസേഷൻസ്, അതുപോലെ തന്നെ പ്രൊപ്രിയോസെപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫേഷ്യൽ റീജിയനിലെ പ്രൊപ്രിയോസെപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോ മൂവ്മെൻറ്റ്സ് ആണ്. സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഒക്കെ ഉണ്ടാകുന്ന ജോ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ സെൻസേഷൻസിനെ എല്ലാം ക്യാരി ചെയ്യുന്ന പാത്വേ ആണ് ട്രൈജെമിനൽ പാത്വേ. സോ ഇറ്റ് ഈസ് ദി പാത്വേ ഫോർ ടച്ച്, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസ് ഫ്രം ഫേസ്. അപ്പോൾ എന്താണ് ട്രൈജെമിനൽ നെർവ്? ആദ്യം നമുക്ക് ആ നെർവിനെ പറ്റി പറയാം, അതിനുശേഷം ഈ ട്രാക്റ്റിലേക്ക് കടക്കാം. So trigeminal nerve is a mixed nerve with both sensory and motor functional components. അപ്പോൾ 2 സെക്ഷനുണ്ട് ട്രൈജെമിനൽ നെർവ് എന്ന് പറയാം. നമ്മൾ 12 ക്രേനിയൽ നെർവ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ചില നെർവ്സ് എന്ന് പറയുന്നത് പ്യുവർലി സെൻസറി നെർവ്സ് ആണ്, ചിലത് പ്യുവർലി മോട്ടോർ നെർവ്സ് ആണ്, ആൻഡ് ചിലത് ഇതുപോലെ മിക്സഡ് നെർവ്സ് എന്ന് പറയും. അതായത് അതിനൊരു സെൻസറി പാർട്ടും ഉണ്ടായിരിക്കും, ഒരു മോട്ടോർ പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ട്രൈജെമിനൽ നെർവ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് നെർവ് ആണ് വിത്ത് ബോത്ത് ദി സെൻസറി ആൻഡ് മോട്ടോർ ഫങ്ഷണൽ കോമ്പണൻസ്. And it is the main sensory nerve of head, transmit impulses of touch, pain, temperature and proprioception from face and head to the brain. അപ്പോൾ ഈ പറഞ്ഞ മെയിൻ സെൻസേഷൻസ് ക്യാരി ചെയ്യുന്ന നെർവാണ് ഈ ട്രൈജെമിനൽ നെർവ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ മോട്ടോർ പാർട്ട് എന്ത് ചെയ്യുന്നു? അതായത് മോട്ടോർ ഫങ്ഷണൽ കോമ്പണൻറ്റ് എന്ത് ചെയ്യുന്നു? It controls the muscles of mastication, that is chewing, and also tensor tympani and tensor veli palatine or palatini എന്നും പറയാറുണ്ട്. അപ്പോൾ ടെൻസർ ടിംപാനി എന്ന് പറയുന്നത് മിഡിൽ ഇയറിന് അകത്ത് കാണുന്ന ഒരു ചെറിയൊരു മസിലാണ്. അപ്പോൾ അത് ലൗഡ് നോയ്സസ് ഒക്കെ, അതായത് വലിയ വലിയ ഭയങ്കര ഉറക്കെയുള്ള ശബ്ദത്തിനൊക്കെ ഒന്ന് സപ്രസ് ചെയ്യാൻ, ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു മസിലാണ്. അതുപോലെ തന്നെ ടെൻസർ വീലൈ പാലറ്റൈനി അല്ലെങ്കിൽ ടെൻസർ വീലൈ പാലറ്റൈൻ എന്ന് പറയുന്നതും ഒരു ചെറിയൊരു മസിലാണ്. ദാറ്റ് പ്രിവെൻറ്റ്സ് ഫുഡ് ഫ്രം എൻറ്ററിങ് ദി നേസോഫാരിങ്സ് ഡ്യൂറിങ് സ്വോളോയിങ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫുഡ് അതിനകത്തേക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മസിലാണ് ഈ ടെൻസർ വീലൈ പാലറ്റൈനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിഡിൽ ഇയറും ഫാരിങ്സും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു കുഞ്ഞു ട്യൂബ് ഉണ്ട്, പ്രഷർ ഡിഫറൻസസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രഷറിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിലേക്കും നേസോ ഫാരിങ്സിലേക്കും ഒക്കെ ഭക്ഷണം കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മസിലാണ് ടെൻസർ വീലൈ പാലറ്റൈനി. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഈ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ 2 മസിൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മോട്ടോർ ഫങ്ഷണൽ കോമ്പണൻറ്റ് ഓഫ് ട്രൈജെമിനൽ നെർവിൻ്റെ ഫങ്ഷൻ. Now, to say about the course and distribution of trigeminal nerve. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ, പിന്നെ എവിടേക്കൊക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. So it arises by 2 roots from pons and its junction with middle cerebellar peduncle. അതായത് നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ മെഡുല്ല കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് ലാറ്ററൽ സൈഡിലായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നും 3 ന്യൂറോണൽ കണക്ഷൻസ് ഉണ്ട്. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ അവിടെ മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല, ഇത് 3ഉം കൂടി ചേരുന്നതാണ് ബ്രെയിൻ സ്റ്റെം. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് സെറിബെല്ലത്തിലേക്ക് ന്യൂറോണൽ കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസിനെ പറയുന്ന പേരാണ് പിഡങ്കിൾ. അപ്പോൾ സുപ്പീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ എന്ന് പറയുന്നുണ്ട്, ദാറ്റ് കണക്ട്സ് ദി മിഡ് ബ്രെയിൻ ടു ദി സെറിബെല്ലം.
പിന്നെ മിഡിൽ സെറിബെല്ലാർ പിഡങ്കിൾ അത് പോൺസിനെ കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ആൻഡ് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ എന്ന് പറയുന്നത് മെഡുല്ല കണക്ട് ചെയ്യാനുള്ളതുമാണ്. അപ്പോൾ ഇവിടെ ട്രൈജെമിനൽ നെർവ് എന്ന് പറയുന്നത് 2 റൂട്ട്സ് ആയിട്ട് അറൈസ് ചെയ്യുന്നു ഫ്രം പോൺസ് ആൻഡ് ഇറ്റ്സ് ജംഗ്ഷൻ വിത്ത് ദി മിഡിൽ സെറിബെല്ലാർ പിഡങ്കിൾ. അപ്പോൾ അതിൻ്റെ 2 റൂട്ട്സ് എന്ന് പറയുന്നത് ലാർജ് ലാറ്ററൽ സെൻസറി റൂട്ട് ആൻഡ് സ്മോൾ മീഡിയൽ മോട്ടോർ റൂട്ട്. അങ്ങനെ 2 പാർട്ടാണ് വരുന്നത്. ഒരു സെൻസറി റൂട്ടും ഉണ്ട്, ഒരു മോട്ടോർ റൂട്ടും ഉണ്ട്. Then they enter the middle cranial fossa where sensory root form an enlargement called trigeminal ganglion. അപ്പോൾ ഈ ട്രൈജെമിനൽ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞിട്ട് മിഡിൽ ക്രേനിയൽ ഫോസയുടെ അവിടെ നിന്നും എറൈസ് ചെയ്യുന്നൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ആക്ച്വലി ഈ സെൻസറി റൂട്ട് എറൈസ് ചെയ്യുന്നത്. ആൻഡ് ട്രൈജെമിനൽ ഗാംഗ്ലിയയിൽ നിന്ന് 3 ഡിവിഷൻസ് ആണ് അതിന് വരുന്നത്. അപ്പോൾ ആ 3 ഡിവിഷൻസ് അല്ലെങ്കിൽ 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഒഫ്താൽമിക്, മാക്സിലറി ആൻഡ് മാൻഡിബുലർ ബ്രാഞ്ചസ്. അപ്പോൾ ഇങ്ങനെ 3 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ബ്രാഞ്ചും ഓരോ ഭാഗത്തേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അതിൽ മാൻഡിബുലർ ബ്രാഞ്ചിന് മാത്രം ഒരു സെൻസറി പാർട്ടും ഉണ്ട്, മോട്ടോർ പാർട്ടും ഉണ്ട്. ബാക്കി 2 ഒഫ്താൽമിക് ആൻഡ് മാക്സിലറി എന്ന് പറയുന്നത് പ്യുവർലി സെൻസറി നെർവാണ് അല്ലെങ്കിൽ സെൻസറി ബ്രാഞ്ചാണ്. പക്ഷെ മാൻഡിബുലറിനാണ് സെൻസറി ആസ് വെൽ ആസ് മോട്ടോർ ബ്രാഞ്ചുകൾ കാണുന്നത്. So the branches of ophthalmic nerve supplies the eyeball, conjunctiva, upper part of nasal cavity, lacrimal gland, skin of forehead, external nose and eyelids. അപ്പോൾ ഒഫ്താൽമിക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അത് കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ്. സോ ദി ഒഫ്താൽമിക് നെർവ് സപ്ലൈസ് ദീസ് ഏരിയാസ്. അപ്പോൾ മെയിനായിട്ടും ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നുള്ള സെൻസേഷൻസിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഒഫ്താൽമിക് ബ്രാഞ്ച് ഓഫ് ട്രൈജെമിനൽ നെർവിൻ്റെ ഫങ്ഷൻ. Then branches of maxillary nerve supplies the nasal cavity, palate, upper teeth and gums and skin of middle third of the face. It also provides sensory supply to the mucous membrane of nasopharynx and maxillary sinus. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ നിന്നുള്ള സെൻസേഷൻസ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് മാക്സിലറി ബ്രാഞ്ച് ഓഫ് ട്രൈജെമിനൽ നെർവിൻ്റെ ഫങ്ഷൻ. ഇനി മാൻഡിബുലർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് സെൻസറി ബ്രാഞ്ചും ഉണ്ട്, മോട്ടോർ ബ്രാഞ്ചും ഉണ്ട്. സോ ദി സെൻസറി ഫൈബർ സപ്ലൈ ടെമ്പറൽ റീജിയൻ, സ്കിൻ ഓഫ് ലോവർ 1/3 of face except the angle of mandible, and the motor fiber supply muscles of mastication, mylohyoid, anterior belly of digastric, tensor veli palatine and tensor tympani. അപ്പോൾ മോട്ടോർ സെക്ഷനാണ് മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, അതായത് ജോയിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ജോ മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള സെൻസേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് മാൻഡിബുലർ നെർവിൻ്റെ സെൻസറി ബ്രാഞ്ചുമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ കോഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈജെമിനൽ നെർവിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ പിക്ചറിൽ കറക്റ്റായിട്ട് അതിൻ്റെ സെക്ഷൻസ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ട്രൈജെമിനൽ നെർവിൻ്റെ ട്രൈജെമിനൽ ഗാംഗ്ലിയോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. വൺ ഇസ് ഒഫ്താൽമിക്, ദെൻ മാക്സിലറി ആൻഡ് മാൻഡിബുലർ. ഇങ്ങനെ 3 പാർട്സ് ആണ്. അപ്പോൾ ഒഫ്താൽമിക് എന്ന് പറയുമ്പോൾ കണ്ടോ, കണ്ണിൻ്റെ ആ ഭാഗങ്ങളും അതുപോലെ തന്നെ നേസൽ ക്യാവിറ്റിയുടെ അപ്പർ പാർട്ടും ഒക്കെ വരുന്നുണ്ട്. മാക്സിലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി താഴെ ഭാഗം അപ്പർ ജോ അങ്ങനെയുള്ളതൊക്കെ വരുന്നു. ആൻഡ് മാൻഡിബുലർ സോൺ എന്ന് പറയുമ്പോൾ അതിന് നേരെ താഴെയുള്ളത്. അത്രയും ഭാഗത്താണ് അവർ സപ്ലൈ ചെയ്യുന്നത്. Then to say about the nuclei associated with trigeminal nerve. അപ്പോൾ ഈ പറഞ്ഞ ഓരോ ബ്രാഞ്ച്, ഇപ്പോൾ നമ്മൾ 3 ബ്രാഞ്ചസ് പറഞ്ഞു, ഒഫ്താൽമിക്, മാക്സിലറി ആൻഡ് മാൻഡിബുലർ. അപ്പോൾ മാൻഡിബുലറിന് തന്നെ 2 സെക്ഷൻ വരുന്നുണ്ട്, ഒന്ന് സെൻസറി പാർട്ടും ഒന്ന് മോട്ടോർ പാർട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചും കണക്ട് ചെയ്ത് നിൽക്കുന്ന അതിൻ്റേതായിട്ടുള്ള ചില ന്യൂക്ലിയ ഉണ്ട്, അതായത് ആ ഇൻഫോർമേഷൻ കൊണ്ടു കൊടുക്കുന്ന ന്യൂക്ലിയ. ഇപ്പോൾ നമ്മൾ പോസ്റ്റീരിയർ കോളം പാത്വേ പഠിച്ചപ്പോൾ അവിടെ മെഡുല്ലയിൽ എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ചെന്ന് എൻഡ് ചെയ്യുന്ന 2 ന്യൂക്ലിയ ഉണ്ട്, ന്യൂക്ലിയസ് ക്യൂനിയേറ്റസ്, ന്യൂക്ലിയസ് ഗ്രേസിലസ്. അപ്പോൾ അതേപോലെ തന്നെ ഈ സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോണിന് ഉള്ള ആ ഇൻഫോർമേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചെടുക്കാനോ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില ന്യൂക്ലിയ ഉണ്ട്. ആ ന്യൂക്ലിയ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇറ്റ് ഫോം എ കോളം ഓഫ് സെൽസ് എക്സ്റ്റെൻഡിങ് ഫ്രം ദി മിഡ് ബ്രെയിൻ ഓഫ് ബ്രെയിൻ സ്റ്റെം ടു ദി അപ്പർ സ്പൈനൽ കോഡ്. അപ്പോൾ അത്രയും ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, മിഡ് ബ്രെയിൻ മുതൽക്ക്
അല്ലെങ്കിൽ മിഡ് ബ്രെയിൻ പോൺസിൻ്റെ ആ ഒരു സെക്ഷൻ മുതൽക്ക് സ്പൈനൽ കോഡിൻ്റെ അപ്പർ പാർട്ട് വരെയാണ് ഒരു നീണ്ട ഒരു ന്യൂക്ലിയൈ ലിസ്റ്റാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇനി അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ന്യൂക്ലിയൈ? 4 മെയിൻ ന്യൂക്ലിയൈ ആണ് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് മെയിൻ സെൻസറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെൻസറി ന്യൂക്ലിയസ് എന്നും പറയും, വിച്ച് റിസീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ടച്ച് ആൻഡ് പ്രൊപ്രിയോസെപ്ഷൻ. അതായത് ഫേഷ്യൽ റീജിയനിൽ വരുന്ന ടച്ച് സെൻസേഷൻ അല്ലെങ്കിൽ ജോ മൂവ്മെൻറ്റ്സ് ഒക്കെ അതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് മെയിൻ സെൻസറി ന്യൂക്ലിയസ്. ഇൻഫോർമേഷൻ കൊണ്ടുവരുന്നതല്ല, ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് അവിടെയാണ് വന്ന് എൻഡ് ചെയ്യുന്നത്. ആ ന്യൂക്ലിയസിലേക്കാണ് ആ ഇൻഫോർമേഷൻ കൊണ്ട് കൊടുക്കുന്നത്. രണ്ടാമത് വരുന്നത് സ്പൈനൽ ന്യൂക്ലിയസ്, വിച്ച് റിസീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ പെയിൻ, ടെമ്പറേച്ചർ സെൻസേഷൻസ് ഫേസിൽ നിന്ന് വരുമ്പോൾ ആ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ കൊണ്ട് കൊടുക്കുന്നത് സ്പൈനൽ ന്യൂക്ലിയസിലാണ്. Then comes mesencephalic nucleus, receives proprioceptive information from jaw and teeth to prevent damage during chewing and biting. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ചവയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ജോ മൂവ്മെൻറ്റ്സ്, ആ ജോ മൂവ്മെൻറ്റ്സിൻ്റെ ഇൻഫോർമേഷൻ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ന്യൂക്ലിയസ് ആണ് മീസെൻസെഫാലിക് ന്യൂക്ലിയസ്. ആൻഡ് മീസെൻസെഫാലിക് ന്യൂക്ലിയസിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് അതിനുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് വരുന്ന ന്യൂക്ലിയസ് ആണ് മോട്ടോർ ന്യൂക്ലിയസ്. ദാറ്റ് പാസസ് മോട്ടോർ ഇൻഫോർമേഷൻ ടു ദി മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, ടെൻസർ ടിംപാനി, ടെൻസർ വിലൈ പാലറ്റൈൻ എക്സെട്ര. അപ്പോൾ ഇങ്ങനെ 4 മെയിൻ ന്യൂക്ലിയസ് ആണ് ഇതിനകത്ത് കാണുന്നത്. മെയിൻ ന്യൂക്ലിയൈ ആണ് ഈ ട്രൈജെമിനൽ നെർവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇവർ ഓരോ ന്യൂക്ലിയസിനും ഓരോ പെർട്ടിക്കുലർ ഫങ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ട്രൈജെമിനൽ നെർവിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ട്രൈജെമിനൽ പാത്ത് വേ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഈ പിക്ചറിൽ ഓരോ പാർട്ടും റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗ്രീൻ കളറിൽ ഇങ്ങനെ നീളനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് സ്പൈനൽ ന്യൂക്ലിയസ്. ഇവിടേക്കാണ് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസിൻ്റെ ന്യൂറോൺസ് വന്നിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. പിന്നെ ഈ ലാറ്ററൽ സൈഡിൽ കാണുന്ന 2 പ്രൈമറി ഓർ മെയിൻ സെൻസറി ന്യൂക്ലിയസ്. ഇതിലേക്കാണ് ടച്ച് ആൻഡ് പ്രൊപ്രിയോസെപ്റ്റീവ് ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ വരുന്നത് മീസെൻസെഫാലിക് ന്യൂക്ലിയസ്. അത് മിഡ് ബ്രെയിൻ മുതൽക്ക് ഇങ്ങനെ പോൺസ് അതിൻ്റെ ഭാഗം വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെയും ആണ് ച്യൂയിങ് ആൻഡ് ബൈറ്റിംഗ് സമയത്തൊക്കെ ഉണ്ടാവുന്ന ജോ മൂവ്മെൻറ്റ്സിൻ്റെ ഇൻഫോർമേഷൻ എല്ലാം കൊണ്ടുവരുന്നത്. ആൻഡ് ഫൈനലി കംസ് ദി മോട്ടോർ ന്യൂക്ലിയൈ. ഇതിൽ നിന്നാണ് ഇൻഫോർമേഷൻ, മോട്ടോർ ഇൻഫോർമേഷൻ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓരോ ന്യൂക്ലിയയുടെയും പൊസിഷൻ. വീണ്ടും അത് തന്നെ വീണ്ടും ഒന്നുകൂടി കാണിച്ചതാണ്. ഇത് സ്പൈനൽ ന്യൂക്ലിയസ് വരുന്നു. ദെൻ കംസ് ദി ചീഫ് ന്യൂക്ലിയസ് ഓർ ദി പ്രിൻസിപ്പൽ സെൻസറി ന്യൂക്ലിയസ്, പിന്നെ മോട്ടോർ ന്യൂക്ലിയസ് ആൻഡ് മീസെൻസെഫാലിക് ന്യൂക്ലിയസ്. Now coming to the trigeminal pathway. അപ്പോൾ ട്രൈജെമിനൽ നെർവിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി വരുന്നത് അതിൻ്റെ പാത്വേ ആണ്. സോ ട്രൈജെമിനൽ പാത്വേ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദ പാത്വേ ഫോർ ടച്ച്, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസ് ഫ്രം ഫേസ്. അപ്പോൾ അത് ഈ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഒഫ്താൽമിക് റീജിയനോ മാൻഡിബുലർ റീജിയനോ മാക്സിലറി റീജിയനോ എവിടെയാണെങ്കിലും ഈ പറഞ്ഞ സെൻസേഷൻസിൻ്റെ ന്യൂറോൺസ് എല്ലാം വന്ന് എൻഡ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ന്യൂക്ലിയസിലാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ആ 2 മെയിൻ ട്രാക്റ്റുകളാണ്. So pain and temperature sensations from face and oral cavity is carried by the ventral or anterior trigeminal tract. ഇതിനെ വെൻട്രൽ ഓർ ആൻറ്റീരിയർ ട്രൈജെമിനൽ ട്രാക്റ്റ് എന്ന് പറയും, ട്രൈജെമിനോതെലാമിക് ട്രാക്റ്റ് എന്നും പറയാറുണ്ട്, അങ്ങനെയും പേര് വരാറുണ്ട്. അതേപോലെ തന്നെ ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ, ദാറ്റ് ഇസ് ഡിസ്ക്രിമിനേറ്റീവ് ടച്ച് ആൻഡ് പ്രഷർ സെൻസേഷൻസ് ഫ്രം ഫേസ് ആൻഡ് ഓറൽ ക്യാവിറ്റി ഇസ് ക്യാരീഡ് ബൈ ദി ഡോഴ്സൽ ഓർ പോസ്റ്റീരിയർ ട്രൈജെമിനൽ ട്രാക്റ്റ്. അതിനെയും ഇതേപോലെ തന്നെ ഡോഴ്സൽ ഓർ പോസ്റ്റീരിയർ ട്രൈജെമിനോതെലാമിക് ട്രാക്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ സെൻസേഷനെയും ഇപ്പം നമ്മൾ ലോവർ പാർട്സ് അല്ലെങ്കിൽ നെക്കിൻ്റെ താഴെ വരുന്ന ഏരിയാസിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ സെൻസേഷൻസ് എല്ലാം ക്യാരി ചെയ്യുന്ന പല പല ട്രാക്റ്റുകൾ പഠിച്ചു, 3 ട്രാക്റ്റ് പഠിച്ചു. അതേപോലെ തന്നെയാണ് ഫേസിൽ നിന്ന് വരുന്നത്. പക്ഷേ ഫേസിൽ വ്യത്യാസം എന്താ വെച്ചെങ്കിൽ ഒരേ നെർവിൻ്റെ തന്നെ പല ഡിവിഷൻസ് ആണ് ഈ സെൻസേഷൻസിനെ കൊണ്ടുപോകുന്നത്. അത് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇതാണ് ആ ഇൻഫോർമേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഓരോ ട്രാക്റ്റ് കാണിക്കുന്ന പിക്ചർ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻ്റെ കാര്യം പറയാം. സോ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻ ഫ്രം എനി പാർട്ട് ഓഫ് ദി ഫേസ്, നമ്മുടെ മുഖത്തുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻ വരുമ്പോൾ ആ സെൻസേഷൻ അതിൻ്റെ റിസെപ്റ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. റിസെപ്റ്റേഴ്സ് ആ ഇൻഫോർമേഷനെ ഫസ്റ്റ് ഓർഡർ ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നു. നമ്മൾ എങ്ങനെയാണോ സ്പൈനോതലാമിക് ട്രാക്റ്റ് പഠിച്ചത് അതേപോലെ തന്നെയാണ് ഇതും, അതിലൊരു വ്യത്യാസമില്ല. സോ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസ് ഫ്രം ദി ഫേഷ്യൽ റീജിയൻ അത് അതിൻ്റെ റിസെപ്റ്റേഴ്സിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു. റിസെപ്റ്റേഴ്സ് ആ ഇൻഫോർമേഷനെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസിലേക്ക് കൊടുക്കുന്നു. സെൻസറി ന്യൂറോൺസ് ആണ്. അപ്പോൾ അവർ ഈ ട്രൈജമിനൽ ഗാംഗ്ലിയോണിൽ കൂടെ പാസ് ചെയ്ത് അല്ലെങ്കിൽ ട്രൈജമിനൽ ഗാംഗ്ലിയോണിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് അവർ നേരെ ഈ സ്പൈനൽ ന്യൂക്ലിയസിൽ വന്നിട്ട് എൻഡ് ചെയ്യും. അവർ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് തന്നെയാണ്, അവർ സ്പൈനൽ ന്യൂക്ലിയസിൽ വന്നിട്ട് എൻഡ് ചെയ്യും. സ്പൈനൽ ന്യൂക്ലിയസിൽ നിന്നും സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് അവരുമായിട്ട് സിനാപ്സ് ചെയ്ത ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ശേഷം അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. നമ്മൾ സ്പൈനോതലാമിക് ട്രാക്റ്റ് പഠിച്ചതുപോലെ തന്നെ സ്പൈനൽ ന്യൂക്ലിയസിൽ നിന്നും സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്ത ശേഷം ആ നെർവ്സ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് തലാമസിൽ വന്നിട്ട് എൻഡ് ചെയ്യുന്നു. തലാമസിൽ നിന്നും തേർഡ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷനെ എടുത്ത് പ്രൈമറി സെൻസറി ഏരിയയിൽ കൊണ്ടു കൊടുക്കുന്നു. അപ്പോഴാണ് ഇന്ന സെൻസേഷനാണ് ഇന്ന ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് വെൻട്രൽ ഓർ ആൻറ്റീരിയർ ട്രൈജമിനൽ ട്രാക്റ്റ് ഓർ ട്രൈജമിനോതലാമിക് ട്രാക്റ്റ്. അപ്പോൾ ഒന്നും കൂടിയും പറയാം. പെയിൻ ഓർ ടെമ്പറേച്ചർ സെൻസേഷൻസ് ഓർ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസ് ഫ്രം ഫേസ് ഓർ ദി ഓറൽ ക്യാവിറ്റി അത് അതിൻ്റെ റിസെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ റിസെപ്റ്റേഴ്സ് ഫസ്റ്റ് ഓർഡർ ന്യൂറോണിലേക്ക് ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ട്രൈജമിനൽ ഗാംഗ്ലിയോൺ വഴി പാസ് ചെയ്ത് അങ്ങനെ നേരെ അവർ സ്പൈനൽ ന്യൂക്ലിയസിൽ വന്നിട്ട് എൻഡ് ചെയ്യും. സ്പൈനൽ ന്യൂക്ലിയസിൽ നിന്നും സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്ത ശേഷം അവർ നേരെ തലാമസിൽ വന്നിട്ട് എൻഡ് ചെയ്യുന്നു. തലാമസിൽ നിന്നും തേർഡ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷനെ എടുത്ത് പ്രൈമറി സെൻസറി ഏരിയയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഇന്ന സെൻസേഷനാണ് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെൻട്രൽ ഓർ ആൻറ്റീരിയർ ട്രൈജമിനോതലാമിക് ട്രാക്റ്റ് ഓർ ട്രൈജമിനൽ ട്രാക്റ്റ്. ഇനി രണ്ടാമത്തെ വരുന്നത് ടച്ച് ആൻഡ് പ്രഷർ സെൻസേഷൻസ് ആണ്. അപ്പോൾ ഇതേപോലെ ടച്ച് ആൻഡ് പ്രഷർ സെൻസേഷൻസ് അതിൻ്റെ റിസെപ്റ്റേഴ്സ് ആ ഇൻഫോർമേഷൻ ഫസ്റ്റ് ഓർഡർ ന്യൂറോണിലേക്ക് കൊടുക്കുന്നു. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ട്രൈജമിനൽ ഗാംഗ്ലിയോൺ വഴി അവർ നേരെ വന്ന് എൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഓർ മെയിൻ സെൻസറി ന്യൂക്ലിയസിലാണ്. അപ്പോൾ ഇവിടെ വന്ന് എൻഡ് ചെയ്ത ശേഷം സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നില്ല. അവർ സെയിം സൈഡ് കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. സെയിം സൈഡ് കൂടെ പാസ് ചെയ്ത് സെയിം സൈഡിലുള്ള തലാമസിൽ ചെന്ന് എൻഡ് ചെയ്യുന്നു. അവിടെ നിന്നും തേർഡ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ എടുത്ത് പ്രൈമറി സെൻസറി ഏരിയയിൽ കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടച്ച് ആൻഡ് പ്രഷർ സെൻസേഷൻസ് ഫ്രം ദി ഫേഷ്യൽ റീജിയൻ അത് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ എടുത്ത് പ്രിൻസിപ്പൽ ഓർ മെയിൻ സെൻസറി ന്യൂക്ലിയസിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നു. അവിടെ നിന്നും സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് എറൈസ് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. പക്ഷെ അവർ ക്രോസ് ചെയ്യുന്നില്ല. സെയിം സൈഡ് കൂടെ തന്നെ പാസ് ചെയ്ത് സെയിം സൈഡിലുള്ള തലാമസിൽ ചെന്ന് എൻഡ് ചെയ്യുന്നു. തലാമസിൽ നിന്നും തേർഡ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ എടുത്ത് പ്രൈമറി സെൻസറി ഏരിയയിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇന്ന സെൻസേഷനാണ് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഈ ട്രാക്റ്റാണ് ഡോഴ്സൽ ഓർ പോസ്റ്റീരിയർ ട്രൈജമിനോതലാമിക് ഓർ ട്രൈജമിനൽ ട്രാക്റ്റ്. അപ്പോൾ ഇതാണ് രണ്ട് മെയിൻ ട്രാക്ട്സ്. അത് തന്നെ റിട്ടൺ ആയിട്ട് എഴുതിയിരിക്കുന്നു. ആൻറ്റീരിയർ ട്രൈജമിനൽ ട്രാക്ട്. സോ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻസ് ആർ ക്യാരിഡ് ബൈ ദി ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഇൻ ദി ട്രൈജമിനൽ ഗാംഗ്ലിയോൺ. They descend in the spinal tract of trigeminal nerve and end in the spinal nucleus. Second order neurons in the spinal nucleus synapse with first order neurons, cross to the opposite side to form anterior trigeminal tract and end in the ventral posteromedial nucleus of the thalamus. അപ്പോൾ തലാമസിന് ഒരുപാട് ന്യൂക്ലിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരു ന്യൂക്ലിയസ് ആണ് വെൻട്രൽ പോസ്റ്ററോമീഡിയൽ ന്യൂക്ലിയസ്. അവിടെയാണ് വന്നിട്ടത് എൻഡ് ചെയ്യുന്നത്. അവിടെ നിന്നും തേർഡ് ഓർഡർ ന്യൂറോൺസ് synapse with the second order neurons and carry the information to primary sensory area of cerebral cortex. അപ്പോൾ ഇതാണ് ആൻറ്റീരിയർ ട്രൈജമിനൽ ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ
സെയിം രീതിയിൽ തന്നെ വരുന്നതാണ് പോസ്റ്റീരിയർ ട്രൈജെമിനൽ ട്രാക്ട്. സോ പോസ്റ്റീരിയർ ട്രൈജെമിനൽ ട്രാക്ട് ഡിസ്ക്രിമിനേറ്റീവ് ടച്ച് ആൻഡ് പ്രഷർ സെൻസേഷൻസ് ആണ് ക്യാരി ചെയ്യുന്നത്. സോ ദേ ആർ ക്യാരീഡ് ബൈ ദി ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഇൻ ദി ട്രൈജെമിനൽ ഗാംഗ്ലിയോൺ, സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് in the principal sensory nucleus. Synapse with first order neurons pass through the same side to form posterior trigeminal tract and end in the ventral posteromedial nucleus of thalamus on the same side. അപ്പോൾ ഇതാണ് മറ്റതിൽ നിന്നും വ്യത്യാസം വരുന്നത്. ഇവർ ക്രോസ് ചെയ്യുന്നില്ല, സെയിം സൈഡ് കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. Then third order neurons in the ventral posteromedial nucleus of thalamus synapse with second order neurons and carry the information to primary sensory area of cerebral cortex. അപ്പോൾ ഇതാണ് പോസ്റ്റീരിയർ ട്രൈജെമിനൽ ട്രാക്ട്. ഈ രണ്ട് ട്രാക്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതും. ട്രൈജെമിനൽ പാത്വേ എന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രാക്റ്റാണ് മെയിൻലി എഴുതേണ്ടത്, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ട്രൈജെമിനൽ ട്രാക്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ഇതിൽ പറയുന്നതാണ് മീസെൻസെഫാലിക് ന്യൂക്ലിയസിൻ്റെയും മോട്ടോർ ന്യൂക്ലിയസിൻ്റെയും കൂടെ കാര്യം. സോ മീസെൻസെഫാലിക് ട്രൈജെമിനൽ ട്രാക്ട് വിച്ച് ഈസ് ദി പ്രൊപ്രിയോസെപ്ഷൻ ഓഫ് ജോ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ചവയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനെ കടിക്കുന്ന സമയത്തൊക്കെ ഈ ജോ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ആ ജോ മൂവ്മെൻറ്റ്സിൽ നിന്നും ഉള്ള ഇൻഫോർമേഷൻ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷനെ പ്രൈമറി മീസെൻസെഫാലിക് ന്യൂക്ലിയസിൽ കൊണ്ടുവന്നാണ് കൊടുക്കുന്നത്. സോ ദി ന്യൂറോൺസ് ഓഫ് ദി മീസെൻസെഫാലിക് ന്യൂക്ലിയസ് ആർ ദി ഓൺലി ഫസ്റ്റ് ഓർഡർ പ്രൈമറി സെൻസറി ന്യൂറോൺസ് വിത്തിൻ ദി CNS. അതായത് മെയിനായിട്ട് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ, ബ്രെയിനിനകത്ത് തന്നെ കാണുന്ന ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഈ മീസെൻസെഫാലിക് ന്യൂക്ലിയസിൽ കാണുന്ന ന്യൂറോൺസ് ആണ്. സോ proprioceptive sensations from the muscles of mastication and temporomandibular joint via mandibular nerve terminate in mesencephalic nucleus of cranial nerve number 5. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതനുസരിച്ച്, ബൈറ്റിംഗ് ഓർ ചൂയിങ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നതിനനുസരിച്ച് മാൻഡിബുലർ നെർവിൽ നിന്നും, സെൻസറി പാർട്ട് ഓഫ് മാൻഡിബുലർ നെർവിൽ നിന്ന് ആ ഇൻഫോർമേഷൻ മീസെൻസെഫാലിക് ന്യൂക്ലിയസിൽ വരുന്നു. അവിടെ നിന്നും ആ ഇൻഫോർമേഷൻ നേരിട്ട് കൊടുക്കുന്നത് motor nucleusലേക്കാണ്. So the central processes of these cells synapse on the neurons of the motor nucleus of cranial nerve number 5 which innervate the muscles of mastication. അപ്പോൾ മോട്ടോർ ന്യൂക്ലിയസ്, ഈ മീസെൻസെഫാലിക് ന്യൂക്ലിയസിൽ വന്നിട്ടുള്ള ഇൻഫോർമേഷൻ അത് നേരെ അത് പാസ് ചെയ്യുന്നത് മോട്ടോർ ന്യൂക്ലിയസിലേക്കാണ്. അപ്പോൾ മോട്ടോർ ന്യൂക്ലിയസിലേക്ക് ആ ഇൻഫോർമേഷൻ കൊടുക്കുന്നു. സോ അവരിൽ നിന്നും ആ മോട്ടോർ റെസ്പോൺസ് അത് പിന്നെ ബ്രെയിനിൽ നിന്നും വരും, ഫ്രം ദി സെറിബ്രൽ കോർട്ടെക്സ്, നമ്മുടെ പിരമിഡൽ ട്രാക്റ്റ് വഴിയൊക്കെ ആ ഒരു ഇൻഫോർമേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനും മീസെൻസെഫാലിക് ന്യൂക്ലിയസിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനും അനുസരിച്ച് മോട്ടോർ ന്യൂക്ലിയസ് അതിനുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത ശേഷം അത് മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷനിലേക്ക് ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആ ജോ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് മീസെൻസെഫാലിക് ട്രൈജെമിനൽ ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിന് മുന്നേ പറഞ്ഞ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ട്രൈജെമിനൽ ട്രാക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രൈജെമിനൽ പാത്വേയിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ദിസ് മച്ച് അബൌട്ട് ദി ട്രൈജെമിനൽ പാത്വേ.